ഇന്ന് രാവിലെ ഒരു വാർത്ത കേൾക്കുകയുണ്ടായി. ഇതാണ് ആ വാർത്ത. സ്വന്തം മകൻ തൻ്റെ മാതാവിനെ കൊലപ്പെടുത്തി. മകൻ ലഹരി ഉപയോഗിക്കുന്ന ആളായിരുന്നു പോലും. അത്ഭുതപ്പെടാനൊന്നുമില്ല, സ്ഥിരം നടക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷെ എന്നാണ് ഇതിനൊരു അവസാനം ഉണ്ടാവുക? എപ്പോഴായിരിക്കും ഇതിനൊരു അന്തിമം ഉണ്ടാവുക? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ലഹരി എല്ലാ തിന്മകളുടെയും താക്കോലാണെന്ന്. എല്ലാ തെറ്റുകളിലേക്കും ജനങ്ങളെ കൊണ്ടെത്തിക്കുന്നുള്ളത് അത് ലഹരിയാണെന്ന്. പക്ഷെ ഇന്ന് പല ആളുകളും പറയുന്നുള്ളത്, ലഹരി ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ട്, നമുക്ക് സമാധാനം കിട്ടുന്നുണ്ട്, പല ടെൻഷനുകളും മാറിപ്പോകുന്നുണ്ട് എന്നുള്ളതാണ്. എന്തൊരു അവസ്ഥയാണെന്ന് ചിന്തിച്ചു നോക്കിയേ. എന്ത് സമാധാനമാണ്, എന്ത് സന്തോഷമാണ് കിട്ടുന്നുള്ളത്? ലഹരി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ സന്തോഷം കിട്ടുന്നുണ്ടുവെങ്കിൽ, ആ സമാധാനം കിട്ടുന്നുണ്ടുവെങ്കിൽ, അതിന് പിറകിൽ വലിയൊരു അപകടം വരാനുണ്ട്. അതിന് പിറകിൽ നിങ്ങൾക്ക് വലിയൊരു വിപത്തും വരാനുണ്ടെന്ന കാര്യം ഓർക്കുക. ശരിക്കും പറഞ്ഞാല് ലഹരി ഉപയോഗിച്ച് സ്വന്തം മാതാവിനെ കൊലപ്പെടുത്തി, സ്വന്തം പിതാവിനെ കൊലപ്പെടുത്തി, സ്വന്തം വീട്ടുകാരെ കൊലപ്പെടുത്തിയിട്ട് കിട്ടുന്ന സമാധാനം എന്തിനു വേണ്ടിയാണ്? അതാണോ സമാധാനം? എടോ, സ്വന്തം മാതാവും പിതാവും ഇല്ലാതായി പോകുന്ന ജീവിതം, അന്ന് മുതൽ നിന്റെ സമാധാനക്കേട് തുടങ്ങും. അന്ന് മുതൽ നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയം തുടങ്ങും. അതുകൊണ്ടൊരു കാര്യം ഓർക്കുക, ലഹരി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സമാധാനവും ഒരു സന്തോഷം നമുക്ക് വേണ്ട. കാരണം അതിന് പിറകിൽ വലിയൊരു ബുദ്ധിമുട്ട്, വലിയൊരു വിപത്ത് നിന്നെയും കാത്തു നിൽക്കുന്നുണ്ട്. അത് ഓർക്കുക.